അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ഈ കൊച്ചു വീട് ചാക്കോയുടെ മനസ്സിൽ എന്നുമുണ്ട്. ബാല്യത്തിൽ ഈ വീടിൻ്റെ ഉമ്മറപ്പടിയിലിരുന്നാണ് കൊച്ചു ചാക്കോയ്ക്ക് അവൻ്റെ അമ്മ വിശുദ്ധരുടെ ജീവിതകഥകൾ പറഞ്ഞു കൊടുക്കുകയും അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തത്. അമ്മയുടെ നല്ല മകനായി കൊച്ചു ചാക്കോ ജീവിച്ചു പോന്നു. ഇടവക ദേവാലയത്തിൻ്റെ പടികൾ കയറി വന്ന് അൾത്താരയിലുള്ള മാതാവിൻ്റെ രൂപത്തിനു മുൻപിൽ നിന്ന് എന്നെ ഒരു വിശുദ്ധനാക്കണേ മാതാവേ എന്നവൻ പ്രാർത്ഥിച്ചിരുന്നു. ബാല്യത്തിൽ ദേവാലയത്തിൻ്റെ പടികൾ കയറിയിറങ്ങിയ അവൻ്റെ പാദങ്ങൾക്ക് കൗമാരത്തിൽ എങ്ങനെ ദിശ തെറ്റി? പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ആ ദേവാലയത്തിൻ്റെ പടികൾ കയറി മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഭൂതകാലത്തേക്കൊരു തിരിഞ്ഞുനോട്ടം. സ്വന്തം വീഴ്ചകളെ നന്മയാക്കി രൂപാന്തരപ്പെടുത്തിയവൻ്റെ മുമ്പിൽ ഒരു നന്ദി പ്രകാശനം. നാലു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വയനാട്ടിലെ നടവയലിൽ നിന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി കർണാടകയിലെ ഷിമോഗ ജില്ലയിലുള്ള നാഗവള്ളി എന്ന ഗ്രാമത്തിലേക്ക് കുടുംബസമേതം ചാക്കോ കടന്നു വന്നു. ജീവിതത്തിൽ പുതിയ ചില സ്വപ്നങ്ങൾ, പുതിയ ദേശം, വ്യത്യസ്തരായ മനുഷ്യർ, വിവിധതരം ഭാഷകൾ. ചാക്കോയുടെ ജീവിതവേദിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ രംഗങ്ങൾ രചിക്കപ്പെട്ടത് ഈ കൊച്ചു ഗ്രാമത്തിലായിരുന്നു.
ಕತ್ತಲಿ ತಂಪಿನ ಹೊತ್ತಲಿ ಹಂತಿಯ ಪದಗಳ ಹಾಡ್ಯಾವ್ರೆ ಹಳ್ಳಿಗೆ ಸಂತಸ ತುಂಬುತ್ತಾರೆ ನಮ್ಮ ಹಳ್ಳಿಗೆ ಆನಂದ ನೀಡುತ್ತಾರೆ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿದೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಜಗ್ಗು ನಕ್ಕು ನಕ್ಕು ಜಗ್ಗು ಜಗ್ಗು ನಕ್ಕು ನ 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 ಜಗ್ಗು ನಕ್ಕು ನಕ್ಕು ಜಗ್ಗು ಜಗ್ಗು ನಕ್ಕು ചെറുപ്പകാലം മുതൽ 15 വയസ്സ് വരെ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കും ഒരു വിശുദ്ധനാകണമെന്ന വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. 19 വയസ്സ് മുതൽ 21 വയസ്സ് വരെ വീട്ടിൽ ചാച്ചൻ ചാരാ ഷാപ്പും കള്ള് ഷാപ്പും നടത്തി. അങ്ങനെ ഞാനത് വിൽക്കാനായി എന്നെ ഏൽപ്പിച്ചു. ഞാനത് വിറ്റുകൊണ്ടിരുന്നു. 24-ാമത്തെ വയസ്സായി കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു വിറയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ ശരീരത്തിന് മദ്യം കുടിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ കാലഘട്ടത്തിലായി. സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴും അവിടെയും കുടിയാർന്നു. അത് കഴിഞ്ഞുകൊണ്ടായിരുന്ന സ്ഥലം വിറ്റേച്ച് വേറെ സ്ഥലം എടുത്താണ് പിന്നെ ഷാപ്പ് തുടങ്ങിയത്. അങ്ങനെയൊക്കെ ഞാൻ പപ്പയുടെ മദ്യപാനത്തെയൊക്കെ നിർത്താനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയും മക്കളും ഒക്കെ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 92 ഫെബ്രുവരി 22-ാം തീയതി പരിശുദ്ധമായ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് പോകുന്നത്. ധ്യാനം കഴിഞ്ഞു അന്ന് വന്ന് അപ്പം തന്നെ ഷാപ്പ് നിർത്തി. ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഷാപ്പില്ലേലും ജീവിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഷാപ്പൊക്കെ നിർത്തി. ഇന്ന് സന്തോഷമുണ്ട്, ഒത്തിരിയേറെ അഭിമാനമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിച്ച പപ്പ ഇപ്പോൾ ഇവർക്കെല്ലാവർക്കും ക്രിസ്തുവിനെയാണ് നൽകുന്നത്. ഞങ്ങളുടെ അയൽവാസിയും ഇപ്പോൾ ഞങ്ങളുടെ ഇടവകയുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിലെ ഒരു ഫയർ ബ്രാൻഡാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് വാസ് എന്ന ശ്രീധരൻ ചേട്ടൻ. അദ്ദേഹം പപ്പയുടെ മാനസാന്തര ജീവിതത്തിൻ്റെ ഒരു വലിയ ഫലമാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ ഏറെ അഭിമാനത്തോട് സന്തോഷത്തോടു കൂടെ ഇതാ പരിചയപ്പെടുത്തുന്നു ഒരു വിശുദ്ധനായ ജോസഫ് വാസ്. എൻ്റെ പേര് ശ്രീധരൻ എന്നാണ്. ഞാൻ നാഗവള്ളി സ്വദേശക്കാരനാണ്. കർണാടക രാജ്യത്തിൻ്റെ ആളാണ് ഞാൻ. ചാക്കോ ചേട്ടനെ ഞാൻ ചെറുപ്പം മുതൽ അറിയുന്നു. ഇങ്ങനെ കുടിച്ച് ആൾ പൂത്താടി നടക്കുന്ന സമയത്ത് പല സമയങ്ങളിൽ പുള്ളിയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ ചാക്കോച്ചേട്ടൻ മദ്യപാനം നിർത്തി ഇങ്ങനെ ധ്യാന പരിപാടി പ്രാർത്ഥന ആയിട്ട് നടക്കുന്ന കണ്ട് എനിക്ക് മനസ്സിലൂതി അധിക ഒരു ആനന്ദമായിരുന്നു. ആ സമയങ്ങളിൽ എനിക്ക് ബൈബിൾ വായിക്കാനിടയായി. ഈ ചാക്കോച്ചേട്ടൻ ഡിവൈൻ പോയി കൊണ്ടുവന്ന ഒരു പുതിയ നിയമം ബൈബിൾ എനിക്ക് തന്നു. അത് വായിച്ച് അതുവഴി ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റം വരുത്താൻ സാധിച്ചു. കാരണം ബൈബിൾ വായിച്ച് അത് ക്രിസ്ത്യാനിക്കുള്ളതെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അതിന് മുമ്പ് ഞാൻ പല പ്രാവശ്യം പല രാജ്യങ്ങളിൽ ജോലിക്കായിട്ട് പോയിട്ടുണ്ട്. ജീവിതത്തിൽ ഏതൊരു അസുഖമോ ഭയമോ ഒന്നുമില്ലായിരുന്നു. ബൈബിൾ വായിച്ച് തിരിച്ച് കൊടുത്ത ശേഷം എനിക്ക് ഒരു അപസ്മാര രോഗം ബാധിച്ചു. അതിലൂടെ എൻ്റേതായ എല്ലാ അവസ്ഥകളും തകർന്നു.
പേടിയും നാണക്കേട്, ആൾക്കാരുടെ മുമ്പിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ സാഹചര്യങ്ങളിൽ പലയിടത്ത് പോകാനോ പല ദൈവത്തെ അന്വേഷിക്കാനോ ഇടയായി. ആ അവസ്ഥയിലാണ് എന്നെ സ്പർശിച്ച ഭാഗം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അത് ഈ പ്രകാരമാണ്: ഈശോ യായിറോസിൻ്റെ വീട്ടിലേക്ക് അവൻ്റെ മകള് അസ്വസ്ഥ എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ അവിടെ പോകുവാണ്. ആ സമയത്ത് ഒരു രക്തസ്രാവ സ്ത്രീ ഈശോയെ കാണുകയും ആ സമൂഹത്തിൽ വന്ന് ഈശോയെ ഉടുപ്പ് തൊടുകയും ചെയ്യുന്നു. അപ്പോൾ ഈശോ ഇത് അറിയാൻ വേണ്ടി എല്ലാവരെയും നോക്കുന്നു. അപ്പോൾ ഈ രക്തസ്രാവ സ്ത്രീ തനിക്ക് സംഭവിച്ചതല്ല ഈശോയോട് വന്ന് പറയുകയും ഈശോ ഇവളോട് പറയാണ്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. ഈ വചനം എന്നെ സ്പർശിച്ചു. കർത്താവെ, ഇനി മേലെ എനിക്കൊരു ജീവനമുണ്ടെങ്കിൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് കൃപ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ കഴുത്തിലൊരു കൂടോത്രത്തിൻ്റെ ഒരു താഴത്തുണ്ടായിരുന്നു. അത് പൊട്ടിച്ചെറിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാൻ ഇനിമേൽ ജീവനുണ്ടെങ്കിൽ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ പോകുകയാണ്. എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യാനോ നേരിച്ചൊന്ന് നിങ്ങൾ പറയേണ്ടത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. എൻ്റെ പേരിൽ ഒത്തിരിയേറെ വീടുകളിൽ പ്രശ്നം ഉണ്ടായി. എന്നാൽ കർത്താവ് എന്നെ സഹായിച്ച് അതിലെല്ലാം അതിജീവിക്കാൻ കൃപ തന്നു. അങ്ങനെയുള്ള സമയത്താണ് ഈ 1996 ഡിവൈൻ ചാലക്കുടി ഒരു ധ്യാനത്തിന് പോകാൻ വേണ്ടിയായി. ധ്യാനത്തിന് പോയിട്ട് വന്ന ശേഷമാണ് നാഗവള്ളിയിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഈ ബേബിച്ചാട്ട് നടത്തുന്ന ആകാശപ്പറവുകളുടെ ഒരു ആശ്രമമായിട്ട് ബന്ധപ്പെട്ടു. ഇങ്ങനെ ആ ധ്യാനത്തിൽ അത് ആകാശപ്പറവുകൾ കുട്ടികളച്ഛൻ്റെ ആത്മീയ ഗൈഡൻസിൽ നടത്തുന്ന ഈ ആകാശപ്പറവുകൾ ഈ ശുശ്രൂഷയിൽ തെരുവിൽ പോയി ആരുമില്ലാത്ത മാനസികമായി തകർന്ന ആൾക്കാരെ കൊണ്ടുവരികയും അവർ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഈ ശുശ്രൂഷകളിൽ കണ്ട് അതിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇപ്പോൾ ഞാൻ ആകാശപ്പറവുകളുടെ ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹം എന്ന ഒരു സമൂഹത്തിൻ്റെ അംഗമായി 2004 മാമോദീസ സ്വീകരിച്ച് ലൂക്ക എന്ന പേര് സ്വീകരിച്ച് അതിനുശേഷം 2012 ആകാശപ്പറവുകളുടെ ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹത്തിൻ്റെ സന്യാസ സമൂഹത്തിൽ ജോസഫാസ് അപ്പൻ എന്ന് പറഞ്ഞ് പേര് സ്വീകരിച്ച് ഇങ്ങനെ പല സ്ഥലത്തും ഇന്ത്യയിൽ ആകാശപ്പറവുകളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആകാശപ്പറവുകളിൽ ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്നെങ്കിൽ 1992 ഈ മദ്യം കുടിച്ച് ഈ നാട്ടുകാർക്ക് ഒത്തിരി പേർക്ക് മദ്യം കൊടുത്ത് ജീവിച്ച ഈ ചേട്ടൻ തന്ന ബൈബിൾ കാരണമാണ്. ഈ ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ചെറുപ്പം മുതൽ ഞാൻ കാണുന്നതുകൊണ്ട് ഈ ചേട്ടൻ ഇപ്പോൾ മദ്യപാനം നിർത്തി. അതേ സ്ഥാനത്ത് ഇന്ന് നാഗവള്ളിയിൽ, കർണാടക മുഴുവനിൽ, ഗോവയിൽ ഇങ്ങനെ പല സ്ഥലത്ത് പോയി ഈശോയുടെ വചനം കൊടുക്കുന്നു. ഒത്തിരിയേറെ മദ്യപാനികളെ ഇങ്ങനെ ധ്യാനത്തിന് കൂട്ടിക്കൊണ്ടു പോകുന്നു. മദ്യപാനത്തെക്കുറിച്ച് ഒത്തിരി പേർക്ക് ഈശോയെക്കുറിച്ച് അതിനോട് പറയുന്നു. അങ്ങനെ ഈശോയിൽ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒത്തിരി പേര് സൗഖ്യപ്പെടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരോട് കൗൺസിലിംഗ് നടത്തി അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ തുറന്ന് ഇങ്ങനെ ഈശോ ഈ ചാക്കോച്ചാട്ടിലൂടെ പറയുകയാണ്, ഇങ്ങനെയുണ്ടെന്ന്. അതുപോലെ സംഭവിക്കുകയാണ്.
ഇത് കണ്ട ഇന്ന് ഞാനിങ്ങനെ ഈ ശുശ്രൂഷയിലുണ്ടെങ്കിൽ ഈ ചാക്കോ ചേട്ടൻ്റെ വഴിയാണ്. അതുപോലെ 94 ചാക്കോ ചേട്ടന് ഈ ബേബി ചേട്ടന് കൂടി ഡിവൈനിൽ ഈ അച്ഛന്മാർ നടത്തുന്ന ഒരു ഷിവമൊഗ്ഗ, കർണാടകയിൽ ഷിവമൊഗ്ഗ എന്ന സ്ഥലത്ത് ഒരു ധ്യാനത്തിന് കൊണ്ടുപോയി. എൻ്റെ ചേട്ടന് മദ്യപാനിയായിരുന്നു, വീട്ടിൽ ഒത്തിരി കുടിച്ചിട്ട് പ്രശ്നമാക്കുമായിരുന്നു. അങ്ങനെ ഈ ധ്യാനം കൂടിയ ശേഷം അന്ന് തൊട്ട് ഇന്നും വരെ കുടി നിർത്തി വീട്ടിൽ സമാധാനത്തോടെ എല്ലാവരോടും ജീവിക്കുന്നു. അങ്ങനെ ഒത്തിരി പേര് ഈ നാട്ടുകാർ മദ്യപാനം നിർത്തി ഈ ചാക്കോ ചേട്ടൻ്റെ ഈ പ്രവർത്തനം കണ്ട് ഒത്തിരി പേര് ഇങ്ങനെ നല്ല മാതൃകയിൽ ജീവനം നടത്തുന്നു. ദൈവം പപ്പയിലൂടെ ഗോവ മേഖലകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവിക ശുശ്രൂഷകൾക്ക് മാനസാന്തരത്തിന് ശേഷം ഇന്നുവരെ അകമഴിഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനസ്സുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാലിനെ, സാബുവിനെയും ആ കുടുംബത്തെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ശാലിനി. ഞാൻ ഗോവയിൽ സാക്ലയിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് സാബു, പിന്നെ 2 കുട്ടികളുണ്ട്. ഒരാൾ മെബിൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു, മോള് വീട്ടിലാണ് MSCക്ക് പഠിക്കുന്നു. ചാക്കോച്ചേട്ടനുമായിട്ടുള്ള ഞങ്ങളുടെ പരിചയം 97 ആദ്യമായിട്ട് ചാക്കോച്ചേട്ടനെ കാണുന്നത്. അതൊരു ധ്യാനകേന്ദ്രത്തിൽ വെച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ ധ്യാനത്തിന് ശേഷം ചാക്കോച്ചേട്ടനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഗോവയോട് വളരെ അടുത്താണല്ലോ ഈ സ്ഥലം. അപ്പോൾ ചാക്കോച്ചേട്ടനെ ഗോവയിലേക്ക് ഞങ്ങൾ വിളിച്ചു. അങ്ങനെ ചാക്കോച്ചേട്ടൻ വളരെ സന്തോഷപൂർവ്വം ഗോവയിലേക്ക് വന്നു. അപ്പോൾ ആദ്യത്തെ ആ കാലഘട്ടങ്ങളിൽ ഗോവയിൽ ധ്യാനങ്ങളോ കൗൺസിലിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ചാക്കോച്ചേട്ടൻ ആദ്യ കാലഘട്ടങ്ങളിൽ വന്ന് ഒരുപാട് പേരെ കൗൺസിലിങ് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ചാക്കോച്ചേട്ടൻ്റെ ടീമിലുള്ള ബാബുരാജ് സാർ, അന്ന് പിലാത്തറ ധ്യാന കേന്ദ്രത്തിലായിരുന്നു ചാക്കോച്ചേട്ടൻ ശുശ്രൂഷ ചെയ്യുന്നത്. ബാബുരാജ് സാറും ടീം അംഗങ്ങളും ഞങ്ങളുടെ ഗോവയിൽ വന്ന് ഒരു ധ്യാനം നടത്തി. ആ ധ്യാനം വലിയൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ഒരുപാട് ഭവനങ്ങൾ സന്ദർശിക്കുകയും ഒത്തിരി പേർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും അതിനോടുകൂടെ അന്ന് തുടങ്ങി ഇന്ന് വരെ ഏത് സമയത്തും ആര് വിളിച്ചാലും ചാക്കോച്ചേട്ടനും അതുപോലെ തന്നെ ചാക്കോച്ചേട്ടനോട് കൂടെയുള്ള ബേബി ചേട്ടനും ഞങ്ങളുടെ ഗോവയിൽ വരാറുണ്ട്. ചാക്കോച്ചേട്ടൻ്റെ ആദ്യകാല ശുശ്രൂഷകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യത്തെ ധ്യാനത്തിൽ ഒരു കള്ളു കുടിക്കുന്ന വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം കള്ളുകുടി മൂലം അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ചാക്കോച്ചേട്ടനെ കണ്ടുമുട്ടിയിരുന്നത്. അതുപോലെ തന്നെ വീട്ടിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചാക്കോച്ചേട്ടൻ്റെ പ്രാർത്ഥനയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ആ വ്യക്തി കംപ്ലീറ്റായി മദ്യപാനത്തിൽ നിന്നും വിമുക്തനാവുകയും പിന്നീട് അദ്ദേഹത്തിന് ജോലി തിരികെ കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും സന്തോഷമായി ഗോവയിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ് അബ്രഹത്തിൻ്റേത്. അത് ചാക്കോച്ചേട്ടൻ മൂലമാണെന്ന് ചാക്കോച്ചേട്ടന് എവിടെയും പറയാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത്, അവിടെ കൂടുതലും കമ്പനികളാണുള്ളത്. കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന അനേകം മദ്യപാനികളുണ്ട്. അതിനകത്ത് ജോർജിൻ്റെ ഒരു ഫാമിലി, അതുപോലെ ക്യാൻസർ രോഗം മൂലം മരിക്കാറായി കഴിയുന്ന ഡിമല്ലോ ഫാമിലി, സേവ്യർ ഡിമല്ലോ എന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിളിൻ്റെയും മദ്യപാനം ഇതുപോലെ നിൽക്കുകയും പിന്നെ മരിക്കുന്നതിന് തൊട്ട് മുൻപായി മാനസാന്തരപ്പെട്ട ആ വ്യക്തി ഇപ്പോൾ മരിച്ചുപോയി. പിന്നീടുള്ളത് ചാക്കോച്ചേട്ടന് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ചാക്കോച്ചേട്ടന് ഭാഷ പ്രത്യേകിച്ച് മലയാളം, കന്നഡ മാത്രമേ അറിയുള്ളെങ്കിലും ഗോവയിൽ കൊങ്കണിയാണ് ഭാഷ. പക്ഷേ ചാക്കോച്ചേട്ടന് ആര് എവിടെ ഏത് ഭവനത്തിൽ എപ്പോൾ വിളിച്ചാലും ചാക്കോച്ചേട്ടൻ റെഡി ആയിരിക്കും പോകാൻ. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും, പ്രത്യേകിച്ച് മോനുള്ളപ്പോൾ മോനായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പോകും. ഞങ്ങൾ ആരെങ്കിലും കൊടുത്തു പോയി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും അവർക്ക്. പക്ഷേ ഭാഷ അവിടെ ഒരു പ്രശ്നമല്ല. അതുമൂലം അനേക രോഗികൾ സൗഖ്യപ്പെടുകയും അതുപോലെ തന്നെ അവർക്ക് മദ്യപാനത്തിൽ നിന്നും അങ്ങനെയുള്ള ഇതിൽ നിന്നെല്ലാം വിമുക്തരാകാൻ സാധിച്ചിട്ടുണ്ട്.
പിന്നെ ഉള്ള പിന്നെ എൻ്റെ ഓർമ്മയിലുള്ള ഒരു സംഭവം, കുട്ടികളില്ലാത്ത ഒരു ദമ്പതിമാർക്ക് വേണ്ടി ചാക്കോച്ചേട്ടൻ പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ 2 കുട്ടികളുണ്ട് അവർക്ക്. ഇനി അടുത്തതായി എൻ്റെ ഓർമ്മയിൽ ഉള്ള ഒരു സാക്ഷ്യം, കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ചേനാറാം എന്ന പേരുള്ള ഒരു വ്യക്തി. അദ്ദേഹം കുടിച്ച് വളരെയധികം മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് TB പിടിച്ചു. ലാസ്റ്റ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയി കഴിഞ്ഞപ്പോൾ ചാക്കോച്ചേട്ടനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. ചാക്കോച്ചേട്ടൻ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വ്യക്തി വീണ്ടും ജോലിക്കായിട്ട് ജോയിൻ ചെയ്യുകയും കുടി നിർത്തുകയും ചെയ്തു. പിന്നെ ചാക്കോച്ചേട്ടനുള്ള വേറൊരു പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ, ചാക്കോച്ചേട്ടൻ്റെ ഒരു ഗുണം, ആര് എപ്പോൾ ഫോൺ ചെയ്താലും ചാക്കോച്ചേട്ടൻ ആ ഫോണിൽ കൂടെ സംസാരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് പലർക്കും എപ്പോഴും വളരെ ഒരു അനുഭവം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ഏത് സമയത്തും എപ്പം വേണേലും ആർക്കും വിളിക്കാം. ചാക്കോച്ചേട്ടന് അതുപോലെ തന്നെ വീടുകളിലേക്കുള്ള ഭവന സന്ദർശനത്തിനായിട്ട് സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് അനുഭവം ഉള്ളത്, പ്രാർത്ഥിക്കാനായിട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയക്കുറവ് പോലും ആകാം, എന്തെങ്കിലും കാര്യത്തിൽ അത് വരാൻ പറ്റാത്ത സാഹചര്യം വരും. പക്ഷേ ചാക്കോച്ചേട്ടൻ്റെ കാര്യത്തിൽ ചാക്കോച്ചേട്ടനെ എപ്പോൾ വിളിച്ചാലും ചാക്കോച്ചേട്ടൻ എത്ര ദൂരമാണെങ്കിലും ചാക്കോച്ചേട്ടൻ ഓടിയെത്തും. അത് പലപ്പോഴും ഒരു ദൈവദൂതൻ വരുന്ന ഒരു പ്രതീതിയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ അനുഭവവും അതുതന്നെയാണ്. കുടിയേറ്റത്തിൻ്റെ കുടിക്കാലം മുതൽ ഞങ്ങളുടെ കുടുംബ സുഹൃത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയി പുല്ലാട്ടിലെ ചേട്ടൻ, അദ്ദേഹവും പപ്പയുടെ കൂടെ സുവിശേഷ പ്രഘോഷണ മേഖലകളിൽ, പ്രത്യേകിച്ച് കർണാടകത്തിൻ്റെ ഭാഗങ്ങളിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം സ്നേഹപൂർവ്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഏറെ അഭിമാനത്തോടെ ഞങ്ങളിന്ന് അനുസ്മരിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയി ചേട്ടൻ. ഈശോമിശിഹായെ സ്തുതി. എൻ്റെ പേര് ജോയി, വീട്ടുപേര് പുല്ലാട്ട്, വെളുത്തങ്ങാടി രൂപത ശിരൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. 1979 മുതൽ ചാക്കോച്ചേട്ടനുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കൊല്ലം ഡിസ്ട്രിക്ട് ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ കർണാടകയിലേക്ക് കുടിയേറിയത്. കുടിയേറുവാൻ തന്നെ കാരണം ഈ ചാക്കോച്ചേട്ടൻ്റെ ജ്യേഷ്ഠനായ ബേബി എന്ന സഹോദരൻ മുഖാന്തരമാണ് ഈ കർണാടകത്തിലേക്ക് കയറാൻ കാരണം. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട ആ കാലഘട്ടം മുതൽ ഏറ്റവും കൂടുതൽ മദ്യം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത്. അങ്ങനെ ദിവസങ്ങളോളം ആ ഒരു വഴിയിൽ തന്നെ നടക്കുകയും ചിലവഴിക്കുകയും ചെയ്ത ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനും ചാക്കോച്ചേട്ടനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഓർക്കുമ്പോൾ പ്രത്യേകമായ ഒരു ദിവസത്തെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നാഗവള്ളിയിൽ നിന്നും 50 കിലോമീറ്റർ ദൂരമുള്ള ശിരൂർ എന്ന സ്ഥലത്ത് നിന്നും രാവിലെ 9 മണി മുതൽ ഞങ്ങൾ മദ്യപിച്ച് ഏതാണ്ട് 12 മണിയോടുകൂടി ബെഡ്കള എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുകയും അവിടെ നിന്ന് ഏതാണ്ട് രാത്രി 11-12 മണിയോടുകൂടി നാഗവള്ളി ചാക്കോച്ചേട്ടൻ്റെ സ്വന്തം സ്ഥലമായ നാഗവള്ളിയിലെത്തുകയും സ്വന്തം പട്ടക്കടയിലെത്തി കട കുത്തി തുറന്ന് ചാരായം സൂക്ഷിച്ചിരുന്ന പാത്രം കുത്തി തുറന്ന് പറഞ്ഞ രീതിയിൽ തന്നെ എടുത്ത് മദ്യപിക്കുകയും ഏതാണ്ട് രാത്രി 1 മണിയോളം ആ കടയിലിരിക്കുകയും അങ്ങനെ ചിലവഴിച്ചിരുന്ന ചാക്കോച്ചേട്ടൻ. അങ്ങനെ ഇരിക്കുകയാണ് ചാക്കോച്ചേട്ടൻ ഡിവൈനിൽ ആദ്യമായി ഒരു ധ്യാനം കൂടാൻ പോവുകയും അങ്ങനെ ധ്യാനം കൂടി വന്നതോടുകൂടി തന്നെ ചാക്കോച്ചേട്ടൻ സ്വന്തമായി നടത്തിക്കൊണ്ടിരുന്ന ചാരായക്കട നിർത്തുകയും മാനസാന്തരത്തിൻ്റെ വലിയ ഒരു അനുഭവം ആ മനുഷ്യനൂടെ കാണുവാനും സാധിക്കുവാനിടയായി. ചാരായക്കട പൂട്ടി എന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഒന്ന് ഞെട്ടുക തന്നെ ചെയ്തു. കാരണം അന്ന് ആ കാലഘട്ടത്തിൽ വല്ലപ്പോഴും നാഗവള്ളി വരുമ്പോൾ ആഘോഷിച്ചിരുന്നത്
ഏറ്റവും കൂടുതലായി ആഘോഷിച്ചിരുന്നത് ഈ പട്ടക്കടയിലായിരുന്നു. അങ്ങനെയുള്ള പട്ടക്കട നിർത്തി എന്നറിഞ്ഞപ്പോൾ ചാക്കോച്ചേട്ടനോട് പോലും ചെറിയൊരു വിഷമം തോന്നി. അങ്ങനെ ആ പട്ടക്കട നിർത്തി ചാക്കോച്ചേട്ടൻ്റെ ഈ സുവിശേഷ വേല മുന്നോട്ട് കൊണ്ടുപോവുകയും അനവധി പേരോട് വചനം പങ്കുവയ്ക്കുകയും ഉപദേശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വലിയ അത്ഭുതങ്ങൾ നടന്ന, രോഗസൗഖ്യങ്ങൾ നടന്ന സംഭവങ്ങൾ എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. അതുപോലെ തന്നെ ബന്ധങ്ങൾ തകർന്ന ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ മക്കൾ തമ്മിൽ തകർന്ന പല കുടുംബങ്ങളെയും ഉപദേശിച്ച് അവർക്ക് വചനം പറഞ്ഞു കൊടുത്ത് അവരെ കൗൺസിലിംഗ് നടത്തി, അതുപോലെ തന്നെ ധ്യാനത്തിന് പോകേണ്ടവരെയാണ് അങ്ങനെ അത് വേണ്ട രീതി ചെയ്ത് ധ്യാനത്തിന് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്ത് പല വ്യക്തികളെയും പല നല്ല വഴിക്ക് നടത്തി പല മാനസാന്തരങ്ങൾ നടത്തിയ പല വ്യക്തികളെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ചാക്കോച്ചേട്ടൻ്റെ സ്ഥലമായ നാഗവള്ളിയിൽ നിന്നും 20-25 കിലോമീറ്റർ വനമേഖലയിലുള്ള ആദിവാസി മേഖലകളിൽ ചെന്ന് അവരോട്, ഈ കർണാടകക്കാരായ മക്കളോട്, അക്രൈസ്തരായ മക്കളോട് വചനം പറയുകയും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും അങ്ങനെ കിടപ്പ് രോഗികളായിട്ടുള്ള മക്കളുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ച വ്യക്തികൾ വരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അതുപോലെ ഇവരുമായി ഇടപെട്ട് നടത്തിയ എളിയ ചില ശുശ്രൂഷകൾ മുഖാന്തരം ജയിൽ ജീവിതം, ഒരു 28 ദിവസത്തെ ജയിൽ ജീവിതം നയിക്കാനുള്ള ഇടയും ഒരു ഭാഗ്യവും എനിക്കും വ്യക്തിപരമായിട്ടുണ്ടായിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഇടവക ധ്യാനങ്ങളോ പ്രാർത്ഥനാ കൂട്ടായ്മകളോ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ കർണാടക, ഗോവ മേഖലകളിൽ അനവധി കുടുംബങ്ങളിൽ ഇന്ന് ധ്യാനങ്ങൾ നടത്തുകയും ദേവാലയങ്ങളിലും അതുപോലെ തന്നെ ഓരോ സമൂഹങ്ങളിൽ ധ്യാനങ്ങൾ നടത്തുകയും ഓരോ കുടുംബങ്ങളിലും, അതായത് അക്രൈസ്തരായിട്ടുള്ള കുടുംബങ്ങളിൽ വരെ ചെന്ന് ചെല്ലുന്നത് അവർക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ ഇതാണ്. ഗോവയിൽ അവരോടൊത്ത് എനിക്ക് പോകാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയുള്ള ചെന്ന സമയത്തിൽ അക്രൈസ്തരായിട്ടുള്ള ആൾക്കാർ അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുകയും അതുപോലെ പരിസരത്തുള്ള രോഗികളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത ചില സംഭവങ്ങൾ ഞാൻ നേരിട്ട് കാണുവാനും എനിക്കിടയായിട്ടുണ്ട്. ഈ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഏതാണ്ട് ഒരു 15 വർഷക്കാലം സ്ഥിരമായി മദ്യം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരു ദിവസം മദ്യം കഴിച്ച്, ഞാനൊരു സുഹൃത്തുമായി മദ്യം കഴിച്ച് അത് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വേദന അനുഭവിക്കുന്ന ഒരു ദിവസം രാവിലെ 6 മണിക്ക് ഞാൻ കാണുന്നത് ഈ ചാക്കോച്ചേട്ടനെയാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖം, ഞാൻ വളരെയധികം തകർന്നിരിക്കുന്ന ആ ഒരു ദിവസത്തിൽ അത്രയും രാവിലെ 6 മണിക്ക് ഒരു കാരണവശാലും അവിടെ എത്തിപ്പെടുവാൻ ഒരു വഴിയും കാണുന്നില്ല. എങ്കിലും നേരം വെളുത്ത് 6 മണിക്ക് കാണുന്ന ഈ ചാക്കോച്ചേട്ടൻ ചിരിച്ചുകൊണ്ടുള്ള മോനെ എന്നുള്ള ആ വിളിയുമായിട്ടുള്ള വരവ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ എനിക്കൊരു ഇച്ചിരി എന്തോ ഒരു വിഷമമുണ്ടല്ലോ മോനെ, എന്താ പറ്റിയതെന്ന് ചോദിച്ചു. എനിക്കൊരു ചെറിയൊരു വിഷമമുണ്ട്, ഞാൻ ധ്യാനം കൂടി അല്ലെങ്കിൽ ഇങ്ങനെ മദ്യപിക്കാതില്ലായിരുന്നു, എങ്കിലും ഒരു സുഹൃത്തിൻ്റെ നിരന്തരമായിട്ടുള്ള നിർബന്ധം കാരണം എന്ന് പറഞ്ഞതിനെ കഴിഞ്ഞും ഭേദം അതിനോടുള്ള വിടാത്ത ആസക്തി മൂലമായിരിക്കാം. എങ്കിൽ തന്നെയും എനിക്ക് വേണ്ട ആത്മീയ ധൈര്യം നൽകി, ഉപദേശം നൽകി, ഒരു അരമണിക്കൂർ സമയത്തോളം എനിക്ക് വേണ്ടി ആ ഒരു വിജന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ ശക്തിപ്പെടുത്തി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മദ്യപിക്കുകയോ അതിനോട് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരോടും മദ്യപിക്കാതിരിക്കാനുള്ള അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യുന്നു. അതുപോലെ തന്നെ ധ്യാനത്തിന് പോകാനായിട്ട് സഹായിക്കുവാനും ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ജീവിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.